ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. മുൻകാല ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നടന്ന പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളുടെ LGS എക്സാമിന്റെ ചോദ്യപേപ്പറാണ്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ് ഇത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ, വില്യം ബെന്റിക് പ്രഭു. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. 2. ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. 3. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 മാത്രമാണ് ഇവിടെ ശരി. മൂന്നാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം. അഞ്ചാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3ഉം 4ഉം. അതായത് മിറാത്ത് ഉൽ അക്ബർ, സംബാദ്, കൗമുദി. ആറാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഏഴാമത്തെ ചോദ്യം, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പാലക്കാട്. ഒൻപതാമത്തെ ചോദ്യം, EV രാമസ്വാമി നായിക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വൈക്കം സത്യാഗ്രഹം. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയാണ്? ഈ ചോദ്യവും പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണ്? ഈ ചോദ്യവും PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇറ്റലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 24. അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 18ാമത്തെ ചോദ്യം, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 2ഉം. സ്ഥിരതയോടുകൂടിയ വളർച്ച, അതോടൊപ്പം തന്നെ സ്വാശ്രയത്വം. 19ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 2ഉം 3ഉം. അതായത് സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. 20ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 21ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗഗൻയാൻ.
1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, മനു ഭാക്കർ. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 24ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇരുമ്പ്. 27ാമത്തെ ചോദ്യം, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 30ാമത്തെ ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഇന്ദിരാഗാന്ധി. 31ാമത്തെ ചോദ്യം, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സുമതി. 36ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 30%. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വയനാട്. 38ാമത്തെ ചോദ്യം, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. 39ാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് റീഡ് തവളകളുമായി ബന്ധപ്പെട്ടത് കക്കയമാണ്. അതോടൊപ്പം തന്നെ ചാമ്പൽ മലയണ്ണാനുമായി ബന്ധപ്പെട്ടത് ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങളുമായി ബന്ധപ്പെട്ടത് സൈലന്റ് വാലിയാണ്. അതോടൊപ്പം വരയാടുമായി ബന്ധപ്പെട്ടത് ഇരവികുളമാണ്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. അതോടൊപ്പം തന്നെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റായ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. 43ാമത്തെ ചോദ്യം, പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1ഉം 3ഉം. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 46 ചേരുംപടി ചേർക്കുക.
ചേരുംപടി കൃത്യമായി ചേർക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ലഭിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 47ാമത്തെ ചോദ്യം, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, PSLV C-57. 48ാമത്തെ ചോദ്യം, സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 49, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള രാജ്യമായിരുന്നു? ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 50ാമത്തെ ചോദ്യം, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഇവിടെ എന്തിന്റെ സന്ദേശം എന്നുള്ളതാണ്? മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ്. 51ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. 52ാമത്തെ ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ക്ലോഡിയ ഗോൾഡി. 53ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 53ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നും ശരിയാണ്. അടുത്ത ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, വൈറ്റമിൻ എ. കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? 55ാമത്തെ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 56, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1988. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, IUCN. 58ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സൗദി അറേബ്യ. അടുത്ത ചോദ്യം, രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സോഡിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം ഏതാണ്? ഓപ്ഷൻ എ രാസോർജം. 62ാമത്തെ ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 63ാമത്തെ ചോദ്യം, ആറ്റത്തെക്കുറിച്ച് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താനുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ശരിയാണ്. 64ാമത്തെ ചോദ്യം, എല്ലാ ധാതുക്കളും അയിരാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടും മാത്രമാണ് ഇവിടെ ശരി. അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വളർച്ച പ്രതിരോധം. 66ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ് ലഭിച്ചത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ ബി കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. 70ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, EEG. 71ാമത്തെ ചോദ്യം, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ
മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പ്ലാസ്മോഡെസ്മേറ്റ. 73ാമത്തെ ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, നെക്ലേറിയ ഫൈലേറി. 74ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 75ാമത്തെ ചോദ്യം, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഓപ്ഷൻ ബി പ്ലൂറ. 76ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 76ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, നിലമ്പൂര്. 78ാമത്തെ ചോദ്യം, ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 79ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ആസാം. 80ാമത്തെ ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, നാഗാലാൻഡ്. ഇനിയും മാത്സിലെ 20 ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. 81ാമത്തെ ചോദ്യം, പൈതഗോറസ് ത്രികോണങ്ങൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 82ാമത്തെ ചോദ്യം, 5 + 2 × 3 - 1/2 × 6. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉത്തരം 8 എന്ന് ലഭിക്കും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 83ാമത്തെ ചോദ്യം, ലസാഗു കാണാനുള്ള ചോദ്യമാണ്. ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 84ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 17/5. 1.1 × 1.11ന്റെ വില കാണുക. ഇത് ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, 1.221. 86ാമത്തെ ചോദ്യം, 86ാമത്തെ ചോദ്യം എക്സിന്റെ വില കാണാനുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 884. 87ാമത്തെ ചോദ്യം, 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. അതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 87ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 27. 88ാമത്തെ ചോദ്യം, ഒരു സ്കൂട്ടർ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 88ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 8,000. 89, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 48. 90ാമത്തെ ചോദ്യം, 90ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 71. 91 ഒറ്റയാൻ ആര്? ഈ ചോദ്യം പിന്നീട് PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 92 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 1000. 93ാമത്തെ ചോദ്യം, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ അത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 3. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമതും പിന്നിൽ നിന്ന് 15ാമനും ആണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേരാണ് ആകെയുള്ളത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 23. അടുത്ത ചോദ്യം, 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 2052. തുക കാണുക. 96ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1395.
97-ാമത്തെ ചോദ്യം, എ ബിയുടെ അച്ഛനാണ്, സി ഡിയുടെ സഹോദരനാണ്, ഇ സിയുടെ അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ് എങ്കിൽ ഇക്ക് എയുമായുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് HORSE എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എങ്ങനെ എഴുതാം? 98-ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, KNIFE. 99-ാമത്തെ ചോദ്യം, 99-ാമത്തെ ചോദ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരികയുന്നത്. 100-ാമത്തെ ചോദ്യം, എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, X+Y. ഇതോടുകൂടി 100 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി.